ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കസ്റ്റാർഡ് ബനാന ബോൾസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് കസ്റ്റാർഡ് പൗഡറും പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തരികളൊന്നുമില്ലാതെ മാറ്റി വയ്ക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് പൗഡറും 2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒരു തിക്ക് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ച് ഒരു മിക്സഡ് ജാറിലിട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പത്തിട്ട് വെച്ച് ഒരു സ്പൂൺ നെയ്യും ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ബനാന പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് തിക്ക് പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ശേഷം 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അത് കുറേശ്ശെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒരു തിക്ക് പരുവത്തിലാക്കി എടുക്കണം. അതിലെ ജലാംശമെല്ലാം മാറി ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള ഈ ഒരു പരുവത്തിലായിട്ട് നമ്മളത് എടുക്കണം. ശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഈ ഉരുട്ടിയെടുത്തിൻ്റെ ബോളെടുത്ത് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ആവി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ശേഷം അതൊരു ബൗളിലേക്ക് ഇട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. മാറ്റി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് യോജിപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.